2017 ഏപ്രിൽ 9 പുലർച്ചെ സമയം തിരുവനന്തപുരം നഗരത്തിലെ അതീവ സുരക്ഷാ മേഖലയായ രാജ്ഭവന് തൊട്ടടുത്തുള്ള നന്ദൻകോട് പ്രദേശം. പെട്ടെന്നാണ് ആഡംബര വീടായ ആൽഫ്രഡ് കോട്ടേജിൽ നിന്നും പുകയുയരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഫയർഫോഴ്സും പോലീസും എത്തി തീയണച്ച് അകത്തേക്ക് കയറിയ അവർ കണ്ടത് കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച, സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു ക്രൂരതയായിരുന്നു. സമൂഹത്തിൽ വലിയ ബഹുമാനമുണ്ടായിരുന്ന ഒരു ഉന്നത കുടുംബമായിരുന്നത്. വിരമിച്ച പ്രൊഫസർ ജീൻ പത്മ, അവരുടെ ഭർത്താവ് റിട്ടയർഡ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജീൻ പ്രഭാകരൻ, മകൾ കരോളിൻ, കൂടാതെ ഇവരുടെ അന്ധയായ ബന്ധു ലളിത. വിദ്യാഭ്യാസ സമ്പന്നരും ശാന്തരുമായിരുന്ന ഈ കുടുംബത്തിൽ ഒരു മകൻ കൂടി ഉണ്ടായിരുന്നു, കേഡൽ ജിൻസൺ രാജ. പുറം ലോകവുമായി അധികം ബന്ധമില്ലാത്ത, എപ്പോഴും കമ്പ്യൂട്ടറിന് മുന്നിൽ സമയം ചിലവഴിക്കുന്ന ഒരു നിഗൂഢ സ്വഭാവക്കാരനായിരുന്നു 30 വയസ്സുകാരനായ കേഡൽ. ഓസ്ട്രേലിയയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കാൻ പോയി പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോന്നവൻ. വീട്ടുകാർക്കവൻ ഒരു പരാജയമായിരുന്നു. എന്നാൽ അവൻ്റെ ഉള്ളിൽ തിളച്ചു മറിഞ്ഞിരുന്നത് മറ്റൊരു ചിന്തയായിരുന്നു. ഏപ്രിൽ 9 തീപിടുത്തം ഉണ്ടായതെങ്കിലും കൊലപാതകങ്ങൾ നടന്നത് അതിന് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു. വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് കേഡൽ ഇത് നടപ്പാക്കിയത്. ഓൺലൈൻ വഴി വാങ്ങിയ ഒരു മഴുവായിരുന്നു അവൻ്റെ ആയുധം. ആദ്യം അവൻ അമ്മയായ ജീൻ പത്മയെയാണ് ലക്ഷ്യമിട്ടത്. താൻ കമ്പ്യൂട്ടറിൽ ചെയ്ത ഓരോ പ്രോജക്റ്റ് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മുകളിലത്തെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി പുറകിൽ നിന്ന് മഴുകൊണ്ട് വെട്ടി കൊലപ്പെടുത്തി. അടുത്ത ലക്ഷ്യം അച്ഛൻ ജീൻ പ്രഭാകരനായിരുന്നു. സമാനമായ രീതിയിൽ അച്ഛനെയും തുടർന്ന് സഹോദരി കരോളിനെയും അവൻ കൊലപ്പെടുത്തി. ഈ 3 മൃതദേഹങ്ങളും മുറിക്കുള്ളിലിട്ട് കത്തിക്കാൻ അവൻ ശ്രമിച്ചു. ഇതിനിടയിലാണ് താഴത്തെ നിലയിലുണ്ടായിരുന്ന അന്ധയായ ബന്ധു ലളിതയും അവൻ കൊന്നുകളയുന്നത്. 4 ദിവസത്തോളം ആ മൃതദേഹങ്ങൾക്കൊപ്പം അവൻ ആ വീട്ടിൽ കഴിഞ്ഞു. ദുർഗന്ധം പുറത്തു വരാതിരിക്കാൻ കൃത്രിമമായി പുകയുണ്ടാക്കുകയും വീട്ടുജോലിക്കാരിയുടെ വീട്ടുകാർ ഊട്ടിക്ക് ടൂർ പോയതാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ മൃതദേഹങ്ങൾ പൂർണ്ണമായി കത്തിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് വീടിന് തീപിടിക്കുന്നതും കേഡൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതും. സംഭവം പുറത്തറിഞ്ഞതോടെ കേഡൽ ചെന്നൈയിലേക്ക് കടന്നു. എന്നാൽ തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കേരള പോലീസ് അവനെ പൊക്കി. ചോദ്യം ചെയ്യലിൽ കേഡൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥർ വരെ തരിച്ചുപോയി. അവൻ പറഞ്ഞത് താൻ ആസ്ട്രൽ പ്രൊജക്ഷൻ അഥവാ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത പരകായ പ്രവേശനം പരീക്ഷിക്കുകയായിരുന്നു എന്നാണ്. ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി പ്രപഞ്ചത്തിലൂടെ സഞ്ചരിപ്പിക്കാമെന്നും പിന്നീട് തിരികെ ശരീരത്തിൽ എത്തിക്കാമെന്നുമുള്ള സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളിലായിരുന്നു അവൻ. സ്വന്തം കുടുംബാംഗങ്ങളുടെ ആത്മാവിനെ മോചിപ്പിക്കാനാണ് താൻ അവരെ കൊന്നതെന്നും അവർ തിരിച്ചു വരുമെന്നുമായിരുന്നു അവൻ്റെ ആദ്യമൊഴി. എന്നാൽ പോലീസ് ഇതിലൊന്നും ഒതുങ്ങിയില്ല. കേഡലിന് മാനസിക രോഗമുണ്ടോ അതോ അവൻ പോലീസിനെ വഴിതെറ്റിക്കാൻ കഥയുണ്ടാക്കുകയാണോ എന്ന് അന്വേഷിച്ചു. തുടർന്നുള്ള അന്വേഷണത്തിൽ യഥാർത്ഥ കാരണം പുറത്തു വന്നു. കുടുംബത്തിൽ നിന്നുമുള്ള കടുത്ത അവഗണന, മിടുക്കരായ മാതാപിതാക്കളുടെയും സഹോദരിയുടെയും ഇടയിൽ കേഡൽ എപ്പോഴും ഒറ്റപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്തിരുന്നു. താനൊരു പരാജയമാണെന്ന ചിന്തയും വീട്ടുകാരോടുള്ള കടുത്ത പ്രതികാര ബുദ്ധിയുമാണ് ഈ കൂട്ട കൊലപാതകത്തിലേക്ക് അവനെ നയിച്ചത്. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നത് കോടതിയിൽ നിന്നും രക്ഷപ്പെടാൻ അവൻ കെട്ടിയുണ്ടാക്കിയ ഒരു കഥ മാത്രമാണെന്ന് പിന്നീട് വിലയിരുത്തപ്പെട്ടു. നിലവിൽ കേഡൽ ജിൻസൺ രാജ കടുത്ത മാനസിക രോഗ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. വിചാരണ നേരിടാൻ തക്ക മാനസികാവസ്ഥയിലല്ല അവൻ ഇപ്പോഴും.